അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചരിത്രം കുറിച്ച ഒരു തിരിച്ചുവരവിനെ കുറിച്ചാണെന്ന് പറയാൻ പോകുന്നത്. ഒരു യാത്രക്കുള്ള ഒരുക്കം. എന്തിനെന്നോ എങ്ങോട്ടെന്നോ പറഞ്ഞില്ല. സമീപഗോത്രങ്ങൾക്കെല്ലാം സന്ദേശം അറിയിച്ചു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരേക്ക് റമദാൻ മാസത്തിൽ മദീനയിലെത്തണം. ഗിഫാർ, മുസൈന, അഷ്ജഅ, ജുഹൈന, അസ്ലം ഈ ഗോത്രങ്ങളെല്ലാം മദീനയിലെത്തി. മുഹാജിറുകളും അൻസാറുകളും എല്ലാവരും ചേർന്നപ്പോൾ വലിയൊരു ജനാവലി. തൻ്റെ പരിപാടിയെക്കുറിച്ച് ഖുറൈശികൾക്ക് ഒരു വിവരം ലഭിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചത് അതാണ്. അതിനിടയിൽ അസുഖകരമായൊരു സംഭവം നടന്നു. ഖാത്തിബ് ഒരു പ്രമുഖ സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത ആളാണ്. മക്കയിലുള്ള ഒരു ബന്ധുവിന് അദ്ദേഹം ഒരു കത്തെഴുതി. കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തയ്യാറെടുപ്പിനെ കുറിച്ചും മറ്റും എഴുതിയിരുന്നു. കത്ത് മക്കയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. അവരുടെ പേര് സാറ എന്നായിരുന്നു. മുടികെട്ടിനകത്താണ് അവർ കത്തൊളിപ്പിച്ചു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ മൂലം വിവരം കിട്ടി. പ്രവാചകൻ ഉടനെ തന്നെ സാറയെ പിടികൂടാൻ 3 പേരെ നിയോഗിച്ചു. അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. അവർ അതിവേഗം യാത്ര ചെയ്തു. കാക്ക തോട്ടത്തിൽ വെച്ച് സാറയെ പിടികൂടി. അവരിൽ നിന്ന് കത്തു വാങ്ങി. അവരെയും കൂട്ടി മദീനയിൽ വന്നു. ഖാത്തിബിനെയും വരുത്തി. എന്താണ് കാണിച്ചത്? എൻ്റെ ബന്ധുക്കളുടെ രക്ഷ കരുതി അയച്ച കത്താണിത്. ഖാത്തിബ് പറഞ്ഞു. കത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചൊരു വിശദീകരണം നൽകി. മക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ സുരക്ഷിതത്വം കരുതി എഴുതിയതായിരുന്നു. ബദരീങ്ങളിൽപ്പെട്ട ആളാണ് ഖാത്തിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് മാപ്പ് ലഭിച്ചു. ആ സംഭവം അങ്ങനെ അവസാനിച്ചു. റമദാൻ 15-ന് പ്രവാചകനും സംഘവും പുറപ്പെടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മഖ്തൂം റളിയല്ലാഹു അൻഹു മദീനയുടെ ചുമതല ലഭിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ഒരുങ്ങി. 10,000-ഓളം അനുയായികൾ. ആവേശമലതല്ലിയ നിമിഷങ്ങൾ. മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ടു കഴിഞ്ഞു. വഴിയിൽ വെച്ച് പല ഗോത്രക്കാരും അവരോട് ചേർന്നുകൊണ്ടിരുന്നു. മുസ്ലിം സംഘത്തിൻ്റെ വലിപ്പം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ആ വലിയ സംഘം ജുഹഫ എന്ന സ്ഥലത്തെത്തി. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുംബാംഗങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് വരുന്ന വഴി ജുഹഫയിലെത്തി. വമ്പിച്ച മുസ്ലിം സംഘത്തെ കണ്ടവർ അമ്പരന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു കുടുംബാംഗങ്ങളെ മദീനയിലേക്ക് അയച്ചു. ആ സ്വഹാബി വര്യൻ മുസ്ലിം സംഘത്തോടൊപ്പം മക്കയിലേക്ക് പോന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ പൗത്രനായ അബൂ സുഫിയാൻ, അബ്ദുല്ലാഹിബ്നു അബൂ ഉമയ്യ എന്നിവരും ഇതേ ഘട്ടത്തിൽ പ്രവാചകനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചേർന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുമ്പേ വിട്ടു. ഖുറൈശികളുടെ നീക്കം അറിയാനായിരുന്നു ഇത്. ഇതിനിടയിൽ ഖുറൈശികൾ മുസ്ലിങ്ങളെ ആഗമനത്തെക്കുറിച്ച് അറിഞ്ഞു. വിശദ വിവരങ്ങളെക്കുറിച്ചു അറിഞ്ഞു വരാൻ വേണ്ടി 3 പ്രമുഖ നേതാക്കളെ നിയോഗിച്ചു. അബൂ സുഫിയാൻ, ഹക്കീം, ബുദൈഥൽ. ഈ ദൂതന്മാരുടെ രഹസ്യ നീക്കങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു വീക്ഷിച്ചു. അബൂ സുഫിയാനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു പിടികൂടി. ഇരുവരും കൂട്ടുകാരാണ്. സ്നേഹത്തോടെ സംസാരിച്ചു. വരൂ, നമുക്ക് പ്രവാചകനെ കാണാം. നിങ്ങൾ എൻ്റെ സംരക്ഷണത്തിലാണ്, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ കൂടെ അബൂ സുഫിയാനെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു രോഷത്തോടെ എഴുന്നേറ്റു. ഞാൻ ഇവൻ്റെ തലയെടുക്കാം, എന്നെ അനുവദിക്കൂ. ഉമർ റളിയല്ലാഹു അൻഹു അഭ്യർത്ഥിച്ചു. ഇല്ല, ഞാൻ അദ്ദേഹത്തിന് അഭയം നൽകിയിരിക്കുന്നു, അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അന്ന് രാത്രി അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. പിറ്റേന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാനെയും കൊണ്ട് പ്രവാചകൻ്റെ സന്നിധിയിലെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സമ്മതിക്കാൻ താങ്കൾക്ക് ഇനിയും സമയമായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അബൂ സുഫിയാൻ മറുപടി നൽകി. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് വിശ്വസിക്കാൻ സമയമായില്ലേ? പ്രവാചകൻ വീണ്ടും ചോദിച്ചു. അക്കാര്യത്തിൽ സംശയമുണ്ട്, അബൂ സുഫിയാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കൂ, അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. അബൂ സുഫിയാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേർ ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഹക്കീമും ബുദൈലും. അബൂ സുഫിയാൻ സ്ഥാനമാനങ്ങൾ കൊതിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും പദവി നൽകണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു. അബൂ സുഫിയാൻ, താങ്കൾ മക്കയിൽ ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയണം, ഖുറൈശികളെ, സ്വന്തം വീടുകളിൽ വാതിലടിച്ച് അടങ്ങിയിരിക്കുന്നവർക്ക് അഭയമുണ്ട്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർക്കും അഭയമുണ്ട്. അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും അഭയമുണ്ട്. അബൂ സുഫിയാൻ മക്കയിലെത്തി. പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞു. ആളുകൾ സ്വന്തം വീടുകളിൽ അഭയം പ്രാപിച്ചു. ചിലർ മസ്ജിദുൽ ഹറാമിലെത്തി. മറ്റൊരു കൂട്ടർ അബൂ സുഫിയാൻ്റെ വീട്ടിലെത്തി. സംഘർഷം ഒഴിവാക്കുക, രക്തച്ചൊരിച്ചിൽ വേണ്ട. അബൂ സുഫിയാനെ ആ കുന്നിന് മുകളിൽ തടഞ്ഞു വയ്ക്കുക. മുസ്ലിം ശക്തി അദ്ദേഹം കാണട്ടെ, അറിയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ സുഫിയാന്റെ മുമ്പിലൂടെ മുസ്ലിങ്ങൾ ഒഴുകി. അൻസ്വാറുകളും മുഹാജിറുകളും. എന്തൊരു പ്രവാഹം, എന്തുമാത്രം അനുയായികൾ എന്ന്
അള്ളാഹു കഅബയെ ആദരിക്കുന്ന ദിവസമാണ്. പ്രവാചകൻ പ്രഖ്യാപിച്ചു, ഹുജ്ന മലയുടെ മുകളിൽ മുസ്ലിങ്ങൾ കൊടിനാട്ടി. മക്കക്കാർക്ക് മുഴുവനും അത് കാണാം. ഇസ്ലാമിൻ്റെ അഭിമാനത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ചിഹ്നമായി പതാക മക്കയുടെ നെറുകയിൽ പറക്കുന്നു. ആ കുന്നിൻ നെറുകയിൽ വെച്ച് അനുയായികളെ 4 ആയി ഭാഗിച്ചു. ഒരു വിഭാഗം സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു നയിക്കും. രണ്ടാം വിഭാഗത്തെ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു നയിക്കും. അൻസ്വാറുകളുടെ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നയിക്കും. മുഹാജിറുകളുടെ നേതൃത്വം അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വഹിക്കും. വടക്കുഭാഗത്ത് കൂടി മക്കയിൽ പ്രവേശിക്കാൻ സുബൈർ റളിയല്ലാഹു അൻഹു അനുവാദം കിട്ടി. മക്കയുടെ താഴ്ഭാഗത്തു കൂടി ഖാലിദ് റളിയല്ലാഹു അൻഹു പ്രവേശിക്കും. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പടിഞ്ഞാറ് ഭാഗത്തു കൂടി പ്രവേശിക്കും. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കിഴക്ക് ഭാഗത്തു കൂടി പ്രവേശിക്കും. മക്കയുടെ എല്ലാ ഭാഗത്തു കൂടിയും മുസ്ലിങ്ങൾ പ്രവഹിക്കും. അത്യപൂർവമായൊരു കാഴ്ചയായിരിക്കും അത്. മക്കയെ ചുറ്റി നിൽക്കുന്ന മലനിരകൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. ആരെയും ഉപദ്രവിക്കരുത്, രക്തം ചിന്താൻ ഇടവരരുത്. പ്രവാചകൻ കൽപ്പിച്ചു. പ്രതികാര ചിന്തകളില്ല, അഹംഭാവമില്ല. വിനീതരായി ഭക്തി നിർഭരമായ ഹൃദയങ്ങളുമായി സത്യവിശ്വാസികൾ പ്രവഹിക്കുന്നു. മക്കക്കാർ വീടുകളിൽ അടങ്ങിയിരുന്നു. അവർ സുരക്ഷിതരാണ്. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ്. അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ്. ഹുജ്നിൽ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിച്ചിരുന്നത്. അവിടെ നിന്ന് മക്കയിൽ പ്രവേശിക്കാനുള്ള കൽപ്പന നൽകി. പത്നിമാരായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹായും മൈമൂന റളിയല്ലാഹു അൻഹായും തമ്പിൽ വിശ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ കഅബ ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴേക്കും എല്ലാ ഭാഗത്തുകൂടെയും സത്യവിശ്വാസികൾ അങ്ങോട്ടൊഴുകിയായി. ഖുറൈശികൾ അത്ഭുതത്തോടുകൂടെ അത് നോക്കി നിൽക്കുകയായിരുന്നു.